Good morning, all. Good morning. Good morning, ma'am. Good morning. Prayer. Heavenly Father, we come to you today in prayer, asking for your guidance and wisdom. As we began this online class, help us to stay focused and attentive as we learn and grow together. Give us the strength to stay motivated and the courage to ask questions when needed. We thank you for the opportunity to learn and grow in knowledge. May our minds be open, new ideas, and our hearts be filled with understanding. In Jesus' name, Amen. Signing and thought of the day. Good morning, everyone. Today's class is by Abraham ma'am. I warmly welcome our respected ma'am and all my dear friends to this online session. Let us begin the class with enthusiasm and a positive mind to learn. Thank you. Thank you. Thought of the day. Education is the movement from darkness to light. Thank you. Thank you, ma'am. Okay, thank you, Tessie. Adra, thought of the day പറഞ്ഞോട്ടാ. എന്താ മാം കേട്ടില്ല. thought of the day പറയാൻ പോയതല്ലേ? അത് തന്നെ ടെസി പറഞ്ഞല്ലോ. കുഴപ്പമില്ല, മോനും പറഞ്ഞോ. ഞാൻ അധികം നാളില്ലല്ലോ. ഓക്കെ, കുഴപ്പമില്ല. Good morning, everyone. Thought of the day. Don't compare yourself with others. No one can play your role better than you. APJ Abdul Kalam. Okay, thank you. ഞാൻ thought of the day രണ്ടുപേരും പറഞ്ഞോണ്ടെന്ന് വിചാരിച്ചത് ആഗ്രഹിച്ചതല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. പറയാൻ പോയതാണല്ലോ. എനിക്ക് മ്യൂട്ട് ഓൺ ആവുന്ന പോലെ തോന്നി. പിന്നെ കുറച്ച് നാളും കൂടിയല്ലേ നമ്മളൊക്കെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കാണുള്ളൂ. ഈ thought of the ഡേയും പ്രെയറും സൈനിനും സൈൻ ഔട്ട് ഒക്കെ പറയാനായിട്ട്. അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് മാനേജ്മെന്റിനെ കുറിച്ചിട്ടായിരുന്നു അല്ലെ? മാനേജ്മെന്റ് റിലേഷൻഷിപ്സിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. മാനേജ്മെന്റ് റിലേഷൻഷിപ്പില് കോമൺലി നമ്മൾ കാണുന്ന 2 ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്സ് ആണ് മാസ്റ്റർ ആൻഡ് ദ സെർവന്റ് ആൻഡ് ലീഡർ ആൻഡ് ദ ഫോളോവർ. നിങ്ങൾക്ക് ഏത് റിലേഷൻ ഇഷ്ടമായത്? മാസ്റ്റർ ആൻഡ് സെർവന്റ് ആണോ, ലീഡർ ആൻഡ് ഫോളോവർ ആണോ? ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞു. എനിക്ക് മാസ്റ്റർ ആൻഡ് സെർവന്റ് റിലേഷൻഷിപ്പിനോട് വളരെ എന്താ പറയാ, കുറച്ച് എതിർപ്പുള്ള ഒരാളാണ് ഞാൻ. കാരണം മാസ്റ്റർ ആവുമ്പോൾ നമുക്ക് ഭയങ്കര ഒബീഡിയൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ലീഡർ ആൻഡ് ഫോളോവർ ആവുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ലീഡറിനോട് പറയാം. ആ മാനേജ്മെന്റിനോട് നമുക്ക് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. നമ്മുടെ പ്രശ്നങ്ങളിലൊക്കെ അവർ നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തും. അപ്പൊ അതാണ് ലീഡർ ആൻഡ് ഫോളോവർ എന്ന് പറയുന്ന റിലേഷൻഷിപ്പ്. ഓക്കെ, ഇത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു 3 ടൈപ്സ്, 3 രീതിയിൽ മാനേജ്മെന്റ് വരാം. ഒരു സിംഗിൾ പേഴ്സൺ ആവാം, ഒരൊറ്റ വ്യക്തി ഒരു എന്താ പറയാ ഒരു സ്കൂൾ ഓർഗനൈസേഷൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യാണ്, എൻറ്റയർ കൺട്രോൾ അദ്ദേഹത്തിനായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് സോൾ ട്രേഡർഷിപ്പ് ആണ്. നെക്സ്റ്റ് അസോസിയേഷൻ ആണ്. നിങ്ങൾ കാണുന്നത് സ്മാർട്ട് എന്ന് പറയുന്നത് 2 വ്യക്തികളുടെ ഒരു അസോസിയേഷൻ ആണ്. എന്താ പറയാ, 2 വ്യക്തികളുടെ ഒരു കുറേ വർഷത്തെ, ഒരു 14 വർഷത്തോളം ഉള്ള ഒരു 14-15 വർഷത്തോളം ഉള്ള ഒരു കഷ്ടപ്പാടിന്റെ ഫലമാണ് നിങ്ങൾ ഈ കാണുന്ന സ്മാർട്ട് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നമ്മുടെ സ്മാർട്ട് സ്ട്രീറ്റ് അവസ്ഥ. വളരെ എന്താ പറയാ ചെറിയൊരു ലെവലിൽ നിന്നാണ് പതിയെ ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ വന്നത്. പറയുകയാണെങ്കിൽ നമ്മൾ മോണ്ടിസോറി കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ മേഖലയിൽ നല്ല രീതിയിലൊരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകള് വീട്ടില് ജോലി അല്ലെങ്കിൽ ഒരു ജോലിനെ കുറിച്ച് പോലും ചിന്തിക്കാതെ വീട്ടില് എന്താ പറയാ വെറുതെ ഇരുന്ന ഒരുപാട് സ്ത്രീകൾ, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ബേർഡൻ എങ്ങനെ സോൾവ് ചെയ്യുന്ന അറിയാവുന്ന ഒരുപാട് സ്ത്രീകൾക്ക് ജോലി കിട്ടാനായിട്ട് ഈ ഒരു അവസരം അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കാറുണ്ട്. കാരണം നമ്മൾ പഠിപ്പിച്ച കുട്ടികള് പല സ്ഥലങ്ങളിലും പ്ലേസ്ഡ് ആയി, മിക്ക സ്കൂളുകളിലും പ്ലേസ്ഡ് ആയിരുന്ന ഒരു മെസ്സേജ് ആയിരിക്കും നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. പക്ഷെ നമ്മളൊരു പ്രത്യേക ഒരു സംതൃപ്തിയാണ് ശരിക്കും. നമ്മൾ ഈ എക്സാം എഴുതി സർട്ടിഫിക്കറ്റ് കിട്ടി
എന്നതിനേക്കാൾ എനിക്ക് സന്തോഷം ഇങ്ങനെ കുട്ടികൾ എല്ലാവരും എക്സാം എഴുതി പാസ്സായി എന്നറിയുന്നേക്കാൾ സന്തോഷമാണ് കുട്ടികൾ പ്ലേസ്ഡ് ആയി എന്നറിയുമ്പോൾ. കാരണം നമുക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യേണ്ട വരും ഈ ഒരു പ്ലേസ്മെന്റിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ നമ്മൾ റിക്രൂട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. സോ അപ്പോ നല്ല രീതിയിൽ പ്ലേസ്ഡ് ആയെന്ന് അറിയുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മളുടെ കുട്ടികൾ ഒരുപാട് പേര് പല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഹാപ്പിനെസ് ആണ്. ഇതിന് നമ്മൾ അവർക്ക് നന്ദി പറഞ്ഞേ പറ്റും. അപ്പൊ ഒരു അസോസിയേഷൻ ആണ്, രണ്ട് വ്യക്തികൾ ജോയിൻ ചെയ്ത് ഫോം ചെയ്ത അസോസിയേഷൻ ആണ് സ്മാർട്ട് സ്റ്റേക്ക്. രണ്ട് വ്യക്തികളായതുകൊണ്ട് നമുക്ക് ഡിസിഷൻസും കാര്യങ്ങളും എടുക്കുമ്പോൾ അധികം പ്രശ്നങ്ങളൊന്നും വരില്ല. ചിലപ്പോൾ ചില അസോസിയേഷൻസ് എന്ന് പറയുമ്പോൾ ട്രസ്റ്റ് സൊസൈറ്റി ഒക്കെ ആവാം. അപ്പൊ അതില് രണ്ടിൽ കൂടുതൽ വ്യക്തികൾ വരും. 20 പേര് അല്ലെങ്കിൽ 50 പേരൊക്കെ ഉള്ള ട്രസ്റ്റ് ഒക്കെ ആണെങ്കിൽ അവിടെ 50 പേരുടെയും അഭിപ്രായങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. ഈ 50 പേരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ 50 പേര് വരുന്നുണ്ട്. നമുക്കത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ് ടീച്ചേഴ്സിനെ സംബന്ധിച്ച്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇമ്മീഡിയറ്റ് സുപ്പീരിയറിന്റെ അടുത്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പേജ് നമ്പർ 72 ആണ്, 172 ആണ് കേട്ടോ. നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സുപ്പീരിയറിന്റെ അടുത്തായിരിക്കണം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ റിലീജിയസ് ഗ്രൂപ്പിന്റെ കീഴിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരും. നമ്മൾ നോക്കുകയാണെങ്കിൽ പബ്ലിക് സെക്ടർ കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നത് റിലീജിയസ് ഗ്രൂപ്പിന്റെ കീഴിലാണ്. സോ നമ്മൾ നോട്ട് ബിലോങ്സ് ടു ദാറ്റ് റിലീജിയൻ, ആ ഒരു റിലീജിയൻസിൽ ബിലോങ്സ് അല്ലെങ്കിൽ ആ ഒരു റിലീജിയനെ അക്സെപ്റ്റ് ചെയ്യുന്നവർ മാത്രം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, എന്നുവെച്ചാല് അവിടെ നമ്മളിപ്പോ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നവർ മാത്രം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യാൻ നോക്കാം. ഏത് റിലീജിയൻ ആയാലും നമ്മളിപ്പോ പഠിപ്പിക്കാൻ വന്നിരിക്കാം, നമുക്ക് മനസ്സിലാകും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. എല്ലാ റിലീജിയനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ്. പിന്നെ നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത് വേൾഡ് പീസിന് വേണ്ടിയിട്ടാണ്. സഹോദര സ്നേഹവും സമാധാനവും കാര്യങ്ങളൊക്കെ കുഞ്ഞുമക്കളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മോണ്ടിസോറിയുടെ മെയിൻ ആയിട്ടുള്ള എയിം. നമുക്കറിയാലോ. അപ്പോ ആ ഒരു പീസും കാര്യങ്ങളൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരമാണിത്. ഇനി കമ്മ്യൂണിക്കേഷൻ വിത്ത് മാനേജ്മെന്റ്. നമുക്ക് ജസ്റ്റ് എപ്പോഴും ടീച്ചേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റിയ മാനേജ്മെന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സുപ്പീരിയറിന്റെ അടുത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത 2 ഫാക്ടേഴ്സ് ആണ്. ടീച്ചേഴ്സ് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ഫാക്ടർ ചിൽഡ്രൻസ് ആണ്. അതോടെ നിൽക്കട്ടെ, പാരന്റ്സിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ഇന്ന് നമ്മൾ മോഡേൺ എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ, ഇന്നത്തെ ഒരു എഡ്യൂക്കേഷൻ ലെവൽ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പാരന്റ്സ് കസ്റ്റമറിനെ പോലെ ട്രീറ്റ് ചെയ്യണം. ശരിക്കും പാരന്റ്സിന് ഭയങ്കര അധികാരമാണ്. നമ്മള് ഇപ്പോ നിങ്ങൾ വർക്ക് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും പാരന്റ്സ്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സ് വന്ന് നമ്മളോട് ഷൗട്ട് ചെയ്യും, എന്തുകൊണ്ട് എന്റെ മകന് മാർക്ക് കുറഞ്ഞു, അവൻ കഴിഞ്ഞ ടൈമിൽ ഇത്രയും മാർക്ക് ഉണ്ടായിരുന്നു, ഈ ടൈമിൽ ഇത്രയും മാർക്ക് കുറഞ്ഞുള്ളൂ, അത് എന്തുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും നിങ്ങൾ ഓരോരുത്തരും ടീച്ചേഴ്സ്. അപ്പോ ഞാൻ പറഞ്ഞ കുറച്ച് മുതിർന്ന കുട്ടികളുടെ കാര്യമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഓൺ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാണ് നമ്മള് പാരന്റ്സിന് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. കാരണം കുറച്ച് പൊളൈറ്റ് ആയിട്ട് സംസാരിക്കണം പാരന്റ്സിനോട്. നല്ലൊരു സ്നേഹത്തോടു കൂടി കെയറോട് കൂടി വേണം നമ്മൾ പാരന്റ്സിനോട് സംസാരിക്കാൻ. പിന്നെ അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അവർക്കും റൈറ്റ്സ് ഉണ്ട്. ശരിക്കും ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷനിലെ പ്രൈമറി ഏജന്റ് അല്ലെങ്കിൽ പ്രൈമറി എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നത് പാരന്റ്സ് ആണ്. ടീച്ചേഴ്സ് അതെ, പക്ഷെ കുട്ടിയുടെ കൂടുതൽ സമയവും കുട്ടിയെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും കുട്ടിയുടെ ഒപ്പം കൂടുതൽ ഇന്ററാക്ഷൻ കൂടുതലും ആക്കാണ് പാരന്റ്സ് ആണ്. അപ്പൊ പാരന്റ്സ് ഇപ്പൊ സ്കൂളിൽ ചെന്ന് ചേർത്തു, ഫീസ് ഒക്കെ അടിച്ചു, എന്റെ കടമ കഴിഞ്ഞു, ബാക്കിയെല്ലാം ടീച്ചറുമാണ് നോക്കേണ്ടത് എന്ന് വിചാരിക്കരുത്. ഓക്കെ, നമ്മള് നിങ്ങൾ പാരന്റ്സ് കൂടിയാണ്. അപ്പൊ നിങ്ങളും അങ്ങനെ വിചാരിക്കരുത്. സ്കൂളിൽ വിട്ടു അല്ലെങ്കിൽ ട്യൂഷൻ വിട്ടു, അപ്പൊ എന്റെ റെസ്പോൺസിബിലിറ്റി അവിടെ തീർന്നിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ കുറെ ഫീസ് അടച്ചു, ട്യൂഷൻ ക്ലാസ്സിൽ കുറെ ഫീസ് അടച്ചു, ഇനി കുട്ടികൾ പഠിക്കാനുള്ളത് ആ ടീച്ചറിന്റെയും അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചറിന്റെയും റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറഞ്ഞ് ഒരിക്കലും പാരന്റ്സ് മാറി നിൽക്കരുത്. ഓക്കെ,
നമ്മൾ നമ്മുടെ കുട്ടിയുടെ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കൊടുക്കണം. ഒരുപാട് ആവരുന്നില്ല. ഓവറായിട്ട് എഡ്യൂക്കേഷന്റെ കാര്യത്തില് നമ്മള് കമ്പൽ ചെയ്യരുത്. എനിക്ക് പരിചയത്തില് ഒരു ടീച്ചറുണ്ട്. ആള് ടീച്ചറാണ്. പക്ഷേ മോന്റെ എഡ്യൂക്കേഷന്റെ സമയത്ത് എക്സാമിന്റെ സമയത്ത് ഈ അമ്മ കൂടി ഇരുത്തി പഠിപ്പിക്കും. അമ്മ എന്ത് ചെയ്യും? ഈ കൂടി ഇരുത്തി പഠിപ്പിക്കുന്നതിനനുസരിച്ച് അമ്മ പഠിക്കും. എന്നിട്ട് മോൻ എക്സാമിന് മാർക്ക് കുറഞ്ഞു, നീ എന്തുകൊണ്ട് അത് കുറഞ്ഞു, ഇത് ഞാൻ പഠിപ്പിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് അവനെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്ന ഒരു അമ്മേനെ എനിക്കറിയാം. ഒരു ടീച്ചറാണ് ബൈ ചാൻസ്, പക്ഷെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോ നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. ഒരുപാട് ടോർച്ചർ ചെയ്ത് കുട്ടീനെ പഠിപ്പിക്കുന്നതല്ല നല്ലത്. ഒരു ചെറിയ ശ്രദ്ധ നമുക്ക് വേണം. അവൻ കറക്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ടോ, അവൻ അവന്റെ ഹോംവർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണോ കളിക്കാൻ പോകുന്നത്, കളിക്കാൻ വീടില്ലെന്നൊന്നും പറയില്ല കേട്ടോ, കളിക്കാൻ പോകുന്നത്, അവന്റെ വർക്കും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ടോ, ഹാൻഡ് റൈറ്റിംഗ് പെർഫെക്റ്റ് ആണോ, വായിക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ എന്ത് ചെയ്യണം, പാരന്റ്സ് ശ്രദ്ധിക്കണം. ഓക്കെ ഓക്കെ ആണോ? ശ്രദ്ധിക്കൂല എല്ലാവരും? ആർക്കും ഇല്ലേ കുഞ്ഞു കുട്ടികള്? യെസ് മാം. ഓക്കെ. അപ്പോ അവരുടെ കാര്യത്തിൽ നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുക്കണം. ഇനി ചിലപ്പോ നിങ്ങള് ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ടീച്ചറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പാരന്റ്സ് വന്ന് ചിലപ്പോ എന്തെങ്കിലും കാര്യങ്ങളിൽ ഷൗട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കറിയാം ഓരോ ഫാമിലിയും എന്ന് പറയുന്നത് ഓരോ ഡിഫറെന്റ് കൾച്ചർ ആൻഡ് ഓരോ ഡിഫറെന്റ് ബിഹേവിയർ ആണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് പഠിച്ചപ്പോ നോക്കിയിട്ടുണ്ടാവും. ഇൻഡിവിജ്വൽസ് എല്ലാവരും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ അപ്പോ ടീച്ചേഴ്സിനോട് മേ ബി പാരന്റ്സ് ഷൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ടെമ്പർ നഷ്ടപ്പെടാൻ പാടില്ല. ഓക്കെ, നമ്മൾ അവരോട് തിരിച്ചു ദേഷ്യപ്പെടാനായിട്ട് പാടില്ല. ഒരു കാരണവശാലും നമ്മള് ആ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളോ കുട്ടികളോട് പ്രകടിപ്പിക്കാനായിട്ട് പാടില്ല. ഓക്കെ, കുട്ടികളോട് നല്ല പാരന്റ്സിനോട് പറയാൻ പാടില്ല, ഷൗട്ട് ചെയ്ത് സംസാരിക്കാൻ പാടില്ല. കാരണം നമ്മൾ ടീച്ചേഴ്സ് ആണ്. നമുക്ക് ആദ്യം വേണ്ട ഒരു ക്വാളിറ്റി എന്താണ് അറിയാവോ? ഓക്കെ, പേഷ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ് പേഷ്യൻസ്. എനിക്ക് പേഷ്യൻസ് കുറച്ച് കുറവല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്യാവശ്യമുണ്ട്. നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരിൽ ആർക്കാണ് പേഷ്യൻസ് ഏറ്റവും കൂടുതൽ? ജിഷ മാമിനോ? സത്യമായിട്ടും മിസ് ഓരോ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ചിന്തിച്ചു പോകും. കാരണം അത്രയും പേഷ്യൻസ് ഉള്ള ഒരു വ്യക്തി ജിഷാൻസ് മാത്രമാണ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട്. ജിഷാൻസിന്റെ വൺ ഓഫ് ദ മെയിൻ ക്വാളിറ്റിയിൽ പറയാം പേഷ്യൻസ്. എനിക്ക് പേഷ്യൻസ് ഉണ്ട് കേട്ടോ, പക്ഷേ ഞാൻ പെട്ടെന്ന് അപ്സെറ്റ് ആയി പോകും. എനിക്ക് പേഷ്യൻസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പേഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് എന്താ പറയാ ടെൻഷനൊക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അപ്സെറ്റ് ആയി പോകും. ചില സംസാരിക്കാതെ സൈലൻസ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് അത് എനിക്ക് പ്രകടിപ്പിക്കാതിരിക്കാനും അറിയില്ല, പക്ഷെ ഞാൻ അത് പ്രകടിപ്പിച്ചു പോകും. ഞാൻ അപ്സെറ്റ് ആണെങ്കിൽ അത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. വിഷമമായിരിക്കും, മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ സങ്കടമാണെന്ന് മനസ്സിലാവും. എന്നുവെച്ചാല് പേഷ്യൻസ് കുറവൊന്നല്ല, എനിക്ക് സങ്കടങ്ങളും കാര്യങ്ങളൊന്നും പിന്നെ മാറ്റി വെക്കാനായിട്ട് അറിയില്ല. അതിന്റെ പ്രശ്നം ഹൈഡ് ചെയ്യാനായിട്ട് അറിയില്ല. എന്റെ ഒരു എന്താ പറയാ ക്വാളിറ്റിയോ എന്തോ ആണ്. ഓക്കെ, അപ്പൊ ഹൈഡ് ചെയ്യാൻ അറിഞ്ഞൂടെ, ഫീലിങ്സ് എന്തായാലും അതിന്റെ മുഖത്ത് പ്രകടമായിരിക്കും. അപ്പോ പാരന്റ്സ് ഇപ്പൊ ഞാൻ പാരന്റ്സിനോട് അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല കേട്ടോ. നമ്മള് കുട്ടികളുടെ പാരന്റ്സ് നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ അവരുടെ വിഷമവും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അതിന് ചെയ്തു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരെ എങ്ങനെ കെയർ ചെയ്യാൻ പറ്റും. ചില പാരന്റ്സിനൊക്കെ കുട്ടികളെ ട്യൂഷൻ വിടാനുള്ള ഫണ്ടോ ഒന്നും ഉണ്ടാവില്ല. എങ്ങനെയോ അവർ ക്ലാസ്സിൽ വിടുന്നതേ ഉള്ളൂ. അപ്പൊ അവർക്ക് നമ്മളെങ്ങനെ അവന് കൂടുതൽ ടൈം കൂടുതൽ ആക്ടിവിറ്റീസ് കൊടുക്കും, ഹോംവർക്ക് കാര്യങ്ങൾ കൊടുക്കുക, അവൻ വീട്ടിൽ തന്നെ ചെന്നിരുന്ന് അത് അവൻ വർക്ക്ഔട്ട് ചെയ്തോളും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പാരന്റ്സിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റണം. ടീച്ചർ ഷുഡ് നോട്ട് ലൂസ് ദർ ടെമ്പർ. നമ്മൾ ഒരിക്കലും നമ്മുടെ ടെമ്പർ നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല. ഇനി ടീച്ചർ ഷുഡ് അവോയ്ഡ് ദ മീറ്റിംഗ് ഓഫ് പാരന്റ്സ് ഡിസ്കസിംഗ് വിത്ത് ദ പാരന്റ്സ് എനിവർ ഔട്ട്സൈഡ് ദ സ്കൂൾ. അപ്പോ നമ്മള് ടീച്ചേഴ്സ് മീറ്റിംഗ്സ് പാരന്റ്സ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് നല്ലതാണ്. കുട്ടീനെ കുറിച്ചിട്ടും കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ടും പാരന്റ്സിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ പാരന്റ്സിന് ചിലപ്പോൾ ഓവർ എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുട്ടീനെ കുറിച്ചിട്ട്. നമ്മുടെ കുട്ടി ഇങ്ങനെ ആവണം എന്നൊക്കെയുള്ള ഒരു ഓവർ എക്സ്പെക്ടേഷൻ ഉണ്ടാവും. നമ്മള് പാരന്റ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം, അവൻ ഇങ്ങനെയാണ്,
ഇത്രയും ആണ് അവരുടെ ഇങ്ങനെയാണോ ഓവറായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങളാണ് അവരുടെ എബിലിറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ടീച്ചേഴ്സിനാണ്. ഇത് അവരുടെ കഴിവുകൾ നമ്മൾ പറയും. ചിലപ്പോൾ ഒരു കുട്ടി വീക്ക് ആയിരിക്കും പഠിക്കാനായിട്ട്, എല്ലാ കുട്ടികളും ഒരേപോലെ ഒന്നും ആവില്ല, വീക്ക് ആയിരിക്കും. പക്ഷെ അവർ നല്ല രീതിയിൽ പടം വരയ്ക്കാനുള്ള കഴിവുണ്ടാവും, ഡ്രോയിങ് നല്ല രീതിയിൽ വരും, ചിലപ്പോൾ മ്യൂസിക് ആയിരിക്കും അവർ നല്ല രീതിയിൽ വരുന്നത്. അപ്പൊ നമ്മൾ അവരുടെ വീക്ക്നെസ്സിനെ ഫോക്കസ് ചെയ്യാതെ അവരുടെ മെറിറ്റ്സ് ഉണ്ടല്ലോ അതിനെ ഫോക്കസ് ചെയ്യാം, അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പാരന്റ്സിനോട് പറഞ്ഞു കൊടുക്കേണ്ടതും അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടത്, കുട്ടികളെ ഹെൽപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ടീച്ചേഴ്സിനാണ് കേട്ടോ. ഇനി കുട്ടികളെ കുറിച്ചിട്ട് എന്ത് കാര്യവും നമ്മൾ പാരന്റ്സിനോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റണം. ഇന്ന് പാരന്റ്സിന് ടീച്ചേഴ്സും തമ്മിലുള്ള അകലം വളരെ കുറവാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോ നമ്മുടെ കുട്ടി വീട്ടിലെത്തുന്നതിന് മുമ്പ് ഹോംവർക്ക് ചെയ്യേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളും നാളത്തെ എക്സാമിന്റെ ടോപ്പിക്കും നമ്മുടെ ഫോണിൽ വാട്സപ്പിൽ വന്നു ഇല്ലേ? അത് ഒരു നല്ലൊരു കാര്യമാണ്. കാരണം ഈ ഇന്റർനെറ്റിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് വന്നൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് ഏത്? ഈ ഒരു വാട്സപ്പ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു ഗ്യാപ്പ് കുറവാണ്. അല്ലെങ്കിൽ പണ്ട് നമ്മളുടെ പാരന്റ്സ് അറിയുമോ നാളെ എന്താണ് വെക്കേഷൻ ഉണ്ടെന്നോ എക്സാം ഉണ്ടെന്നൊന്നും ആരും അറിയില്ല. കാരണം നമ്മൾ പറയില്ല, കളിക്കാൻ വിടൂലല്ലോ അല്ലേ? ഞാനൊക്കെ പറയാറില്ല കേട്ടോ. വെക്കേഷനോ അല്ലെങ്കിൽ എക്സാം ആണെന്നൊന്നും ഞാൻ പറയാറില്ല. മെയിൻ എക്സാം പറയും, അല്ലാതെ ക്ലാസ് ടെസ്റ്റും കാര്യങ്ങളൊന്നും പറയാറില്ല. കാരണം ആ ദിവസം അമ്മ കളിക്കാൻ പറ്റില്ലെങ്കിലോ എന്നുള്ള പേടിയുണ്ട്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ആ ഒരു പ്രശ്നമല്ല. കുട്ടി വീട്ടിലെത്തുന്നതിന് മുമ്പ് നമ്മുടെ ഫോണിൽ മെസ്സേജ് വന്നു, ഇന്ന ടോപ്പിക് കവർ ചെയ്യണം, ഇന്ന എക്സാം ഉണ്ട്, ഇന്നതാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ പാരന്റ്സിന് ചോദിക്കാം കുട്ടിനോട്, അമ്മ പഠിച്ചോ, ഹോംവർക്ക് ഒക്കെ കംപ്ലീറ്റ് ആണോ? ഇപ്പോ മാത്സ് ആണെങ്കിൽ ഹോംവർക്ക് ഉണ്ടാവും, അപ്പൊ ചെയ്ത് കഴിഞ്ഞോ, അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പൊ അതെന്താണ്? ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒരു പരിധി വരെ കുറഞ്ഞിട്ടുണ്ട്. പാരന്റ്സും ടീച്ചേഴ്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കുറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഫാക്ടർ ആണ് എന്താണ്? മീറ്റിംഗ്സ്. ഇപ്പൊ നമ്മള് പാരന്റ്സിനെ ചിലപ്പോ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി വെച്ചെങ്കിലും കണ്ടു കഴിഞ്ഞാലും കുട്ടിയെ കുറിച്ചിട്ട് അവർ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മറുപടി പറയാനായിട്ട് പറ്റണം. നമ്മൾ അവരെ മനസ്സിലാക്കി ആ കുട്ടിയെ കുറിച്ചിട്ട് കാര്യങ്ങൾ പറയണം. ഇപ്പൊ നമ്മുടെ ക്ലാസ്സില് ഒരു 30 കുട്ടികൾ എടുത്ത് വിചാരിക്കുക അല്ലെ, 30 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ 30 സ്റ്റുഡൻസിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊരു ധാരണ വേണം. ഓക്കെ, അവരുടെ സ്വഭാവം, അവരുടെ നേച്ചർ, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. Many times, parents are communicated by the management through the teachers only. പാരന്റ്സ് ചിലപ്പോ മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പാരന്റ്സിന്റെ അഭിപ്രായങ്ങളും പാരന്റ്സിന്റെ റിക്വസ്റ്റും കാര്യങ്ങളും ആദ്യം പാരന്റ്സ് പറയുന്ന ടീച്ചേഴ്സിന്റെ അടുത്തായിരിക്കും. ടീച്ചേഴ്സ് ആയിരിക്കും മാനേജ്മെന്റിനോട് ആ കാര്യങ്ങൾ പറയുന്നത്. While carrying the instruction of the management to the parents, teacher should not add her own private opinion. അപ്പൊ മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങൾ പാരന്റ്സിനോട് പറയുമ്പോൾ നമ്മളുടെ ഒപ്പീനിയൻ ഒന്നും അതിൽ ആഡ് ചെയ്യണ്ട. മാനേജ്മെന്റ് എന്ത് കാര്യമാണോ പറഞ്ഞത് അത് കറക്റ്റ് ആയിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. Only decisions of management should have been detached to the parents. അപ്പോൾ മാനേജ്മെന്റ് ഡിസിഷൻസും കാര്യങ്ങളും പാരന്റ്സിനെ അറിയിക്കുക എന്നത് മാത്രമാണ് നമ്മളുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നോട്ട് ഓൾ ഡിസ്കഷൻ, നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും പറയേണ്ടതായിട്ടില്ല. ആ ഒരു ഇൻഫർമേഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യുക, ഡിസ്പാച്ച് ചെയ്യുക എന്ന് മാത്രമാണ് മാനേജ്മെന്റിന്റെ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്വം. നമ്മൾ പറഞ്ഞത് നമ്മള് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ടീച്ചറിനെ സംബന്ധിച്ച് പാരന്റ്സ്. റിയൽ പാർട്ട്നേഴ്സ്. ശരിക്കും പറഞ്ഞാല് കുട്ടിയുടെ എഡ്യൂക്കേഷനെ സംബന്ധിച്ച് റിയൽ പാർട്ട്നേഴ്സ് ആണ് പാരന്റ്സ്. നമ്മുടെ റിയൽ ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആണ് പാരന്റ്സ് എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ പാരന്റ്സ് വിതൗട്ട് പാരന്റ്സിന്റെ ഒരു സപ്പോർട്ടോ ഗൈഡൻസും ഇല്ലാതെ നമുക്ക് പോസിബിൾ ആകില്ല. ഓക്കെ, ഒന്ന് ഒരാൾ റീഡ് ചെയ്യോ? ആരാ റീഡ് ചെയ്യുന്നേ? Communication with the management ആണ് സർ. പാരന്റ്സ് എഡ്യൂക്കേഷൻ വിത്ത് മാനേജ്മെന്റ്, ആ ഒരു പാരഗ്രാഫ്. കമ്മ്യൂണിക്കേഷൻ വിത്ത് മാനേജ്മെന്റ് അല്ലേ? അല്ലടാ, ഞാനിപ്പോ ഷെയർ ചെയ്തിട്ടില്ലേ പാരന്റ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് പോയിന്റ്. പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻസ് അല്ലേ? ആ, parents. Modern education management feels like parents as customers. So teachers should have to be calm and
polite even if the parent should or use debris words. The teacher should not lose temper. Teacher should avoid meeting the parents or discussing with the parents anywhere outside of the school. Even in the school, she should not yield to any undue expectations of the parents. Many times, parents are communicated by the management through the teachers only. While carrying the instructions of the management to the parents, teacher should not add her own private opinion. Only decisions of the management should have to be dispatched to the parents, not all the discussions. Children's sir. വേണ്ട കേട്ടോ, നമ്മുടെ പാരന്റ്സ് മാത്രമല്ല പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായോ പാരന്റ്സ് ആയിട്ട് ടീച്ചേഴ്സിന്റെ റിലേഷൻഷിപ്പ്? ഇനി നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ചിൽഡ്രൻസ് അല്ലെങ്കിൽ ചിൽഡ്രൻ. നമ്മൾ ആരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ടീച്ചിങ് പ്രൊഫഷണൽ മെയിൻ എയിം എന്താണ്? കമ്മ്യൂണിക്കേറ്റ് വിത്ത് ചിൽഡ്രൻ. ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ലേ, ഓരോ ചാപ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിലും അതിന്റെ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു തരല്ലേ. ഇതാണ് കമ്മ്യൂണിക്കേഷൻ. അത് ഓരോ വ്യക്തിക്കും മനസ്സിലാകുന്ന രീതിയിൽ വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മോണ്ടിസോറി സിലബസ് സപ്പോർട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷില് നമ്മൾ ക്ലാസ് എടുക്കണം ആണ്. പക്ഷെ നമ്മളുടെ ക്ലാസ്സിൽ എല്ലാവർക്കും ഞാൻ ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കംഫർട്ടബിൾ ആകില്ല, അല്ലെ? ഞങ്ങളുടെ ബാച്ച് തുടങ്ങിയ സമയത്ത് നമുക്കിവിടെ കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു. കിമ്മിനെ കറിഞ്ഞൂടെ? കിമ്മൊക്കെ വന്ന സമയത്ത് കിമ്മിന് മലയാളം ലാംഗ്വേജ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നു. സോ നമ്മൾ എന്ത് ചെയ്തു? കിമ്മിനൊക്കെ വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് എൻട്രി 13 തന്നെ സെപ്പറേറ്റ് സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തത്. സോ കാരണം ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കുട്ടികൾക്കും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വേണം നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളും എടുക്കാനായിട്ട്. എന്ന് വെച്ചാൽ നിങ്ങള് ക്ലാസ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും മനസ്സിലാകുന്ന രീതിയിൽ വേണം ക്ലാസ് എടുക്കാൻ. ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമുക്ക് ചിലപ്പോൾ ഒരു 30 കുട്ടികൾ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വേണ്ട ചിലപ്പോൾ 25 സ്റ്റുഡൻസ് ഉണ്ടാവുള്ളൂ. ആ 25 സ്റ്റുഡൻസിന് ഒരു ടീച്ചർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റൂട്ടോ. കാരണം കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ അവരുടെ ഡെവലപ്മെന്റിന്റെ കാര്യത്തില് ഏത് കുട്ടി, ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവർ ക്യാച്ച് ചെയ്യും. ചിലവർക്ക് നമ്മൾ ഒരു പ്രാവശ്യം എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ചില കുട്ടികൾക്ക് നമ്മൾ കൈ പിടിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. കൂടുതൽ റിപ്പീറ്റ്ലി നമ്മൾ ആക്ടിവിറ്റീസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. സോ നമ്മൾ മെയിൻ പറയുകയാണെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ക്ലാസ്സുകൾ പോകരുത്. ഏറ്റവും വീക്ക് ആയിട്ടുള്ള കുട്ടികളെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ക്ലാസ്സുകൾ പോകാൻ. എനിക്കിഷ്ടമില്ലേ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് എല്ലാം അറിയുന്ന കുട്ടികളുണ്ടല്ലോ, അവരെ പഠിപ്പിക്കുന്നതിൽ എനിക്കിഷ്ടം ഒന്നും അറിയാത്ത കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. കാരണം അവരെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ ഒക്കെ എനിക്ക് വരുമ്പോ വെച്ചാല് ഒന്നും അറിയാത്ത കുട്ടിനെ പഠിപ്പിച്ച് അവർ നല്ല രീതിയിൽ ഒരു പ്രോഗ്രസിലേക്ക് വരുമ്പോ ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടും. അതൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. ഒന്നും അറിയാത്ത കുട്ടികൾ നമ്മളെ പഠിപ്പിച്ച് കറക്റ്റ് ചെയ്ത് സെറ്റാക്കി വരെ കുട്ടികളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ലൊരു എഫേർട്ട് വേണ്ട ഒരു കാര്യമാണ്. പഠിക്കാൻ അറിയുന്ന കുട്ടികളെ ജസ്റ്റ് സപ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ നമ്മുടെ പ്രൊഫഷന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ടീച്ചേഴ്സ് എങ്ങനെയാണ് കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നമ്മളെങ്ങനെയാണ് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഓറലി അല്ലേ കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? സ്പീക്കിങ്ങിലൂടെ അല്ലേ? ഓക്കെ, നമ്മൾ കൂടുതൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും കൂടുതലായിട്ട് കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ നന്നായിട്ട് സംസാരിക്കാൻ പറ്റണം. നല്ല രീതിയിൽ ഈ കുട്ടികളെ സംസാരിച്ച് കയ്യിലെടുക്കാനായിട്ട് നിങ്ങൾ പഠിക്കാം. ഇനി നമുക്ക് ചിലപ്പോൾ എല്ലാ കുട്ടികളെയും അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലേക്ക് ചിലപ്പോൾ അവർ പെട്ടെന്ന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ രീതിയിലേക്ക് നമ്മൾ ചെല്ലണം. നമ്മളിപ്പോ കുറെ ഹൈ ആയിട്ട് നമ്മൾക്ക് ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ തന്നെ ക്ലാസ് എടുക്കുള്ളൂ, എനിക്ക് മാറ്റം വരുത്താനൊന്നും പറ്റില്ല എന്ന് വിചാരിക്കുന്നത് നമ്മൾ അവരിൽ നിന്ന് ഒരുപാട് അവരുടെ ഒപ്പം ചെന്ന് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ക്ലാസ്സുകൾ എടുക്കാനായിട്ട്. ഓക്കെ,
അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളുടെ ലെവൽ ഇന്നതാണ്. ഞാൻ ഇത്രയും എഡ്യൂക്കേഷൻ ഉണ്ട്, ഞാൻ ഫുൾ ഇംഗ്ലീഷിലും കാര്യങ്ങളുള്ള ക്ലാസ്, ഞാൻ നല്ല രീതിയിൽ ഇംഗ്ലീഷ് നോളജ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു ആ ഒരു ലെവലിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കരുത്. നമ്മൾ കുട്ടികളുടെ ആ ഒരു ലെവലിലേക്ക് പതിയെ ചെല്ലണം. എന്നാലാണ് നമുക്ക് അവരിലേക്ക് കുറച്ചും കൂടി ഇറങ്ങി ചെല്ലാനായിട്ട് പറ്റുള്ളൂ. അവരുടെ മനസ്സറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസ്സുകൾ എടുക്കാൻ ശ്രമിക്കണം. ഓക്കെ, ചെയ്യില്ല അങ്ങനെയാണ്. ഓക്കെ, അപ്പോ ടീച്ചേഴ്സ് കുട്ടികളോട് എപ്പോഴും അവരുടെ ആ ഒരു ലെവലില്, അല്ലെങ്കിൽ ഓരോ കുട്ടിയുടെയും ലെവലുകൾ ഡിഫറെന്റ് ആയിരിക്കും. ആ ലെവല് മനസ്സിലാക്കി കുട്ടികളെ പറഞ്ഞു കൊടുക്കാനായിട്ട്, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഇനി ഓറൽ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, റിട്ടേൺ കമ്മ്യൂണിക്കേഷനും കൂടി ഉണ്ട് അല്ലെ. റിട്ടേൺ കമ്മ്യൂണിക്കേഷന്റെ സമയത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മള് ഈ കൊടുക്കുന്ന ഹോംവർക്ക്, നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാള് കുട്ടിയുടെ ബാക്കിലുണ്ട്. ആരാണ്? പാരന്റ്. എന്താ ക്ലാസ്സിൽ എടുത്തത്, എന്തൊക്കെ പറഞ്ഞത് എന്നൊക്കെ നമ്മളായാലും ചോദിക്കാറില്ലേ കുട്ടികൾ വരുമ്പോ. പിന്നെ കുട്ടികളോട് ടീച്ചറിന്റെ പെരുമാറ്റം എങ്ങനെയാണ്, ടീച്ചറിന് ഇഷ്ടമാണോ, അല്ലെങ്കിൽ ടീച്ചർ എങ്ങനെയാണ് മോനോട് പെരുമാറുന്നത് എന്നെല്ലാം ചോദിക്കാറില്ലേ. അപ്പോ കുട്ടികൾക്ക് ചിലപ്പോ നമ്മൾ പ്രീ സ്കൂൾ ഇയേഴ്സില് കുട്ടികൾക്ക് ചിലപ്പോ ഭയങ്കര ഇഷ്ടമായിരിക്കും, ചില ടീച്ചേഴ്സിന് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചില ടീച്ചർമാരെ അവർക്ക് ചിലപ്പോ ഇഷ്ടപ്പെടണമെന്നില്ല. സോ അവർക്ക് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അത് ആദ്യം പാരന്റ്സിനോട് പറയും, പിന്നെ പാരന്റ്സ് അത് മാനേജ്മെന്റ് അറിയിക്കുകയാണ് ചെയ്യാറ്. അപ്പൊ ടീച്ചേഴ്സ് കുറച്ച് കോൺഷ്യസ് ആയിരിക്കണം. ടീച്ച് ചെയ്യുമ്പോൾ കുട്ടികളെ എപ്പോഴും എന്റെ കുട്ടികളുടെ പുറകിൽ ആരുണ്ട്, പാരന്റ്സ് ഉണ്ട് എന്നൊരു ശ്രദ്ധ വേണം. ദെൻ നമ്മള് വേർഡ്സിലൂടെ മാത്രമല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുട്ടികളായിട്ട്, നമ്മുടെ ബോഡി ലാംഗ്വേജ് അത് കുട്ടികളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടീച്ചേഴ്സ് വിയർ ചെയ്യുന്ന ഡ്രസ് അത് ശ്രദ്ധിക്കാറുണ്ടോ? ഞങ്ങൾ സാധാരണ കോമൺലി എന്താ പറയാ ചുരിദാറ് അല്ലെങ്കിൽ ടോപ്പും ബോട്ടം അങ്ങനെയാണ് വിയർ ചെയ്യുന്നത്. പക്ഷെ ടീച്ചേഴ്സിന് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കോഡ് ഓഫ് ഡ്രസ് ഉണ്ട്, ഡ്രസ്സിംഗ് കോഡ് ഉണ്ട്, അറിയോ? സാരി അല്ലേ? അപ്പൊ നിങ്ങള് ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സമയത്ത് ഫസ്റ്റ് ഡേ നിങ്ങൾ സാരി എടുക്കാൻ നോക്കുക. ബാക്കി എല്ലാ ടീച്ചേഴ്സും എന്താണ് വിയർ ചെയ്യുന്നത് നോക്കുക. സാരി എടുക്കുകയാണെങ്കിൽ സാരി എടുത്ത് തന്നെ പോകാൻ നോക്കുക. നമ്മളൊരു ബെറ്റർ ആയിട്ടുള്ള ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ദെൻ ഇനി അവിടെ എല്ലാവരും സാരി തന്നെയാണ് എടുക്കണമെങ്കിൽ നമ്മളും സ്ഥിരമായിട്ട് എന്ത് സാരി തന്നെ വിയർ ചെയ്യാൻ നോക്കാം. ഞങ്ങളും വിയർ ചെയ്യാൻ എന്താണ് സാരി ഇപ്പൊ കമ്പൽസറി അല്ല സ്കൂളിലൊന്നും ടീച്ചേഴ്സിന്. സാരി കമ്പൽസറി അല്ല. ഓക്കെ, പക്ഷേ നമ്മള് ഇന്റേൺഷിപ്പിന് പോകുമ്പോ കുറച്ച് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാണ്. നിർബന്ധം കുഴപ്പമില്ല, എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. ചില സ്കൂളുകളിൽ നിർബന്ധം ഉണ്ടാവും. ഞങ്ങളിവിടെ ഒരു സ്കൂളിലും ഇതേപോലെ തന്നെയായിരുന്നു, സാരി നിർബന്ധമായിരുന്നത്. നിർബന്ധമായിട്ട് സാരി ഉടുക്കണം എന്ന് തന്നെ പറഞ്ഞു. അത് ഓരോ സ്കൂളുകളുടെ നേച്ചറൽ സ്ട്രിക്ട്നെസ് ആണ്, എല്ലായിടത്തും ഇല്ല എന്നല്ല. പിന്നെ മോണ്ടിസോറി സ്കൂളിൽ സാരി അങ്ങനെ നിർബന്ധമായിട്ട് പറയുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ട്രഡീഷണൽ സ്കൂളുകളിലാണ് പറഞ്ഞത്. മോണ്ടിസോറി സ്കൂളിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ യൂണിഫോം ആയിരിക്കും കൂടുതലും കാണുകയാണെങ്കിൽ. കൂടുതലും ടീച്ചേഴ്സിന്റെ യൂണിഫോം വിയർ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. യൂണിഫോം എന്ന് വെച്ചാൽ സാരി അല്ല, അല്ലാതെ നമ്മള് അവരുടേതായ യൂണിഫോമും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോ പിന്നെ നമ്മൾ ഒഫീഷ്യൽ ഫംഗ്ഷൻ ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എങ്ങനെയാണ്, ഒരു സാരി കൊടുത്തൊരു ടീച്ചർ അല്ലെ. അപ്പോ നമ്മൾ ഒരുപാട് നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. സോ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ കുട്ടികള് എല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സിന് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പണ്ടേ ഞാൻ എന്റെ ചെറുപ്പത്തില് 8th മുതൽ 10th വരെ എന്നെ പഠിപ്പിച്ചത് സോഷ്യൽ പഠിപ്പിച്ച ടീച്ചർ ഉണ്ടായിരുന്നു, ശ്രീലത എന്ന പേര്. നല്ല കമ്പനിയാണ്, നല്ല കമ്പനിയൊക്കെയാണ്. അപ്പൊ ശ്രീലത ടീച്ചർ എന്ന് പറഞ്ഞാല് ആള് അന്നത്തെ ഭയങ്കര ഫാഷനാണ്, സുന്ദരി ടീച്ചറാണ്. ഇത്തിരി കുണ്ടുഭാങ്ങിയൊക്കെയാണ്, നല്ല തടിയൊക്കെ ഉണ്ട്, നല്ല സാരികൾ എടുക്കുള്ളൂ. നല്ല സാരി നല്ല ഗവൺമെന്റ് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. സോ എക്സ്പീരിയൻസും ഉണ്ട് ആൾക്ക്. അപ്പൊ നല്ല സാരികളാണ് എടുക്കുന്നത്. സാരിക്ക് മാച്ച് ആയിട്ട് കമ്മല്, മാല, വള ഒക്കെ വിയർ ചെയ്യും. അതേ കളറിൽ കമ്മല്, മാല, വള എല്ലാം വിയർ ചെയ്യും. നമ്മൾ പറ്റുകയാണെങ്കിൽ ചപ്പൽ നോക്കിക്കഴിഞ്ഞാൽ അതും ആ സാരിയുടെ കളറായിരിക്കും.
സോ ഞങ്ങളൊക്കെ ഇങ്ങനെ ഡ്രസ്സിങ് സ്റ്റൈലും ടീച്ചറിനെ കണ്ടു പഠിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഡ്രസ്സിങ് സ്റ്റൈലൊന്നും വലുതായിട്ടില്ല കേട്ടോ. എനിക്ക് ഇഷ്ടാവുന്ന ഡ്രസ്സ് ഞാൻ വെയർ ചെയ്യും, അങ്ങനെ ഉള്ളൂ. അല്ലാതെ ഡ്രസ്സിങ്ങിനോട് അത്ര കോൺസെൻട്രേറ്റ് ചെയ്ത് ഡ്രസ്സിങ് സ്റ്റൈലൊന്നും നോക്കാറില്ല. പക്ഷെ ടീച്ചറിനെ കണ്ടിട്ട് ടീച്ചർ ഞങ്ങള് എല്ലാവരും കുട്ടികൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നീ നോക്കിയ ടീച്ചറിനെ നാളെ നോക്കിയ ടീച്ചറിനെ നമ്മളൊക്കെ നിങ്ങളും ചെയ്തിട്ടുണ്ടാവില്ല ഇത്. ഞങ്ങൾക്കും ഉണ്ടായിരുന്നു മിസ്, അങ്ങനെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ ഉടുക്കുന്ന സാരിയുടെ അതേ കളർ തന്നെ മാല, കമ്മല്, വള, മിസ് നല്ല ചെരുപ്പ്, ഒരു എന്തെങ്കിലും ഒരു പൂവെങ്കിലും മിസ്സിന്റെ അറിയാം. എല്ലാ ദിവസവും ഉണ്ടാവും പൂവ്, ആ സാരിയോട് ചേർന്ന കളറുള്ള പൂവ്. എല്ലാ ദിവസവും മിസ്സിനെ കാണാനായിട്ട് പിള്ളേർ ഇങ്ങനെ നോക്കി എന്ത് കളർ സാരി എടുത്തേക്കണേ, എങ്ങനത്തെ ഡ്രസ് ഇട്ടേക്കണെന്ന് അറിയാൻ വേണ്ടിട്ട്. എല്ലാ കളറിനും മാച്ച് ചെയ്ത് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളുടെ ഡ്രസ്സിംഗ് സ്റ്റൈല് കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ മനസ്സിലേക്ക് അത് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഓവറായിട്ട് ഡ്രസ് ചെയ്തിട്ടാണ് പോകുന്നെങ്കിൽ അത് കുട്ടിയുടെ മനസ്സിലേക്ക് അങ്ങനെ തന്നെ പോകും. സോ നമ്മളെപ്പോഴും ഒരു ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ വേണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനായിട്ട്, ശ്രദ്ധിക്കാനായിട്ട്. പിന്നെ നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റും ഓറൽ സ്റ്റേറ്റ്മെന്റും കുറച്ച് കെയർഫുൾ ആയിട്ട് വേണം കുട്ടികളോട് പറയാനായിട്ട്. നമ്മൾ റിട്ടേൺ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, കുട്ടികളോട് ഓറൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം എപ്പോഴും പാരന്റ്സ് ആയിട്ട് കുട്ടികൾക്ക് നേരിട്ട് കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ പാരന്റ്സിനോട് അവർ പറഞ്ഞു കൊടുക്കുക, അത് ചില നമ്മള് കൂടുതലായിട്ട് അവരോട് ശ്രദ്ധിച്ചോ. എപ്പോഴും സംസാരിക്കുമ്പോൾ കുട്ടികൾ അറിയേണ്ട കാര്യങ്ങൾ മാത്രം കുട്ടികളോട് പറയാം, പാരന്റ്സിനോട് പറയേണ്ട കാര്യങ്ങൾ പാരന്റ്സിനോട് പറയാം. ഷോർട്ട് നോട്ടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇനി വാട്സപ്പ് മെസ്സേജ് അയക്കും. ഇപ്പോ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്, ടേം ഫീ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടേം ഫീ അടയ്ക്കാനായിട്ട് ടൈം ആയിട്ടുണ്ട്. അത് കുട്ടികളോട് പറയണോ പാരന്റ്സിനോട് പറയണോ? ആരോട് പറയണം? പാരന്റ്സിനോട്. ഓക്കെ, അതാണ് നല്ലത്. അല്ലാതെ കുട്ടികളോട് പറയല്ല വേണ്ടത്. നമ്മളുടെയൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഫീസ് എങ്ങനെ അടച്ചില്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിന്റെ പുറത്തൊക്കെയാണ് അല്ലെ. അത് പണ്ടെങ്ങനെ പണ്ട് കിട്ടാൻ ഞാൻ ഇതൊന്നും പഠിച്ച സമയത്തല്ല, ഇതൊക്കെ മുമ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. നമുക്കത് അങ്ങനെ പാടില്ല. കുട്ടികളോട് പറയേണ്ട കാര്യങ്ങൾ കുട്ടികളോടും, പാരന്റ്സിനോട് പറയേണ്ട കാര്യങ്ങൾ പാരന്റ്സിനോടും പറയാം. ഇനി ടീച്ചർക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഒരു നോട്ട്, ഷോർട്ട് നോട്ട് എഴുതി ആർക്ക് കൊടുക്കാം, പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫീസിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് വാട്സാപ്പിൽ മെസ്സേജ് വരും. ടേം ഫീ ഇന്ന ദിവസത്തിനുള്ളിൽ അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ. മന്ത്ലി ടൈം ഫീ 10ാം തീയതിക്കുള്ളിൽ അടയ്ക്കണം. 3 മാസം കൂടുകയാണെങ്കിൽ കുറച്ചൊരു റിലാക്സേഷൻ ഉണ്ട്. അത് ഓരോ സ്കൂൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചിൽഡ്രൻസിനെ കുറിച്ചിട്ട് പറയാം. ചിൽഡ്രൻസിന്റെ കാര്യത്തിൽ നമ്മൾ മെയിൻ ചിൽഡ്രൻസിനോടുള്ള മെയിൻ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മളുടെ സബ്ജക്ട്, നമ്മൾ എടുക്കുന്ന പോർഷൻ അത് കുട്ടികളിലേക്ക് എത്തുന്നുണ്ടോ, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാം. അവരുടെ ഒരു ലെവലിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന് വേണം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ മാക്സിമം. ഓക്കെ, ഒരാളത് റീഡ് ചെയ്യോ? Children. The aim of the teaching profession itself is to communicate with the children. At the same time, we should note that parents are also watching their children regularly. So, whenever the teacher wants to communicate the children by oral or written, she should feel that the parents are in the back. Not only her words, but also all her activities, including about her dress. The information is being informed to the parents by the children. So, should have to be carefully not only in written statements and oral statements, but also in behavior to the children. When the teacher is writing a short note, she is communicating with her parents only. Thank you. ഓക്കെ, എല്ലാവരും ഒന്ന് ഓവറോൾ ഈ ഒരു ചാപ്റ്റർ ഒന്ന് റീഡ് ചെയ്തേ. ഈ ഒരു ചാപ്റ്റർ ആണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പാർട്ട് 4 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഞാൻ എടുത്ത കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത്യാവശ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻ ആണ് കമ്മ്യൂണിക്കേഷൻ. കൂടുതൽ ക്വസ്റ്റ്യൻസും വരാനുള്ള ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ എല്ലാവരും.
ഓക്കെ. ഇപ്പൊ അശ്വതി മിസ് ഏത് പോർഷൻ എടുക്കണെന്ന് പറയാവോടാ? അതിലൊരാള് ഡെവലപ്മെന്റ് പ്രൊഫൈൽ. ആണ് എടുക്കുന്നത്. മാൻ ആൻഡ് എൻവയോൺമെന്റ് എടുത്തോ? എടുത്തു മാം. അശ്വതി മിസ് എടുത്തോ? സൂപ്പർവൈസിംഗ് ആൻഡ് റിപ്പോർട്ടിങ്ങോ? No, ma'am. Development profile, structure of the classroom, programs for developing values. Man and environment എടുത്തല്ലേ? സൂപ്പർവൈസിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഞാൻ അടുത്തെടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. മിസ്സിനോട് പറഞ്ഞാൽ മതി കേട്ടോ. എടുക്കാൻ പോകുമ്പോ പറഞ്ഞാൽ മിസ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ദെൻ നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് ഞാൻ ജസ്റ്റ് നമ്മുടെ സിലബസിൽ ഇല്ലാത്ത ഒരു കുറച്ച് പോർഷൻസ് ആണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. ഓക്കെ. നമ്മള് ഇന്റർവ്യൂവിന്റെ സമയത്ത് നമ്മളൊരു ജോബിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ആ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ. ഇന്റർവ്യൂവിന്റെ സമയത്ത് കേട്ടോ. അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ആവുന്ന സമയത്ത് ചിലപ്പോ ആ സമയത്ത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചിലപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല നിങ്ങളെ. അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണോ ഇന്റർവ്യൂവിന് പോകാൻ പോകുന്നത്, ഏത് സ്കൂളായിരിക്കുമല്ലോ, അപ്പൊ ഒരു ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, ഏത് ഓർഗനൈസേഷൻ ആവട്ടെ, ആ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ പഠനം നടത്തണം. ഓക്കെ. ഡു ഹോംവർക്ക്. ഓക്കെ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡു ഹോംവർക്ക്. നമ്മള് കാൻഡിഡേറ്റ്സിന് നമ്മുടെ ജോബ് പൊസിഷനെ കുറിച്ചിട്ടും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടും നല്ല ധാരണ വേണം. ഗെയിൻ നോളജ് അബൌട്ട് ദ ഓർഗനൈസേഷൻ, ഇറ്റ്സ് എസ്റ്റാബ്ലിഷ്മെന്റ്, സക്സസ്, മൈൽസ്റ്റോൺ, ഇറ്റ്സ് സർവീസ്, ടാർഗറ്റഡ് മാർക്കറ്റ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് നമുക്ക് നല്ലൊരു ധാരണ, നോളജ് വേണം. അവിടെ എപ്പോഴാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്തത്, അവരുടെ സക്സസ് എങ്ങനെയാണ്, അവിടെ ഉള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്തെല്ലാം കോഴ്സുകൾ ക്ലാസ്സുകളാണ്. ഇപ്പോൾ പ്രീ കെ ജി മുതൽ 10th വരെ ഉണ്ടാവും, ചിലപ്പോൾ പ്രീ കെ ജി മുതൽ KG സെഷൻ മാത്രമായിരിക്കും. അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെ ക്ലിയർ ആണല്ലോ? എല്ലാവരും ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമുക്കൊരു എന്താണ് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാല് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ആ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തും. അതൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. ചെറിയൊരു നോട്ട്ബുക്ക്, സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ട് ചെറിയൊരു നോട്ട്ബുക്കിൽ അത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറൈവ് ഏർലി ഫോർ ദ ഇന്റർവ്യൂ. ഒരു ഇന്റർവ്യൂവിന് നേരത്തെ എത്താനായിട്ട് ശ്രമിക്കണം എപ്പോഴും. ഓക്കെ. ഇങ്ങനെയാണ് നേരത്തെ എത്താനായിട്ട് ശ്രമിക്കണം. അറൈവ് ഏർലി ഫോർ ദ ഇന്റർവ്യൂ. നമ്മള് ചിലപ്പോ നമുക്ക് ടൈം ഉണ്ടാവും, 10:30 ആയിട്ടുള്ള ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്നത്. മാക്സിമം നമ്മൾ അവിടെ 9:45 എത്തുന്ന രീതിയിൽ വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട്. ബൈ ചാൻസ് 10:30 ആണ്, 10 o'clock നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അവിടെ 10:30 എത്തും. ആ ഒരു ടൈമിൽ ഇന്റർവ്യൂവിന് വേണ്ടി പോകരുത്. ഓക്കെ. കാരണം എന്താന്ന് വെച്ചാല് ഈ ബ്ലോക്കോ ട്രാഫിക് ബ്ലോക്കോ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ വൈകി കഴിഞ്ഞാൽ, നമ്മൾ വൈകിയാണ് ഇന്റർവ്യൂവിന് ചെല്ലുന്നതെങ്കിൽ നമ്മുടെ കമ്മിറ്റ്മെന്റ് കുറവാണ്, അവർക്ക് ആ ഒരു ബാഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോ അയാളെ വിശ്വസിക്കാൻ പറ്റില്ല, നോട്ട് ട്രസ്റ്റ് വർത്തി, അതേപോലെ തന്നെ ബാഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഏർലി നമ്മൾ ഇന്റർവ്യൂവിന് അറൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കുറച്ചു നേരം പോയിട്ട് അവിടെ ശ്രമിച്ചാലും കുഴപ്പമില്ല. ആ സമയത്ത് നിങ്ങൾ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ഈ എസ്റ്റാബ്ലിഷ്മെന്റിനെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് പറഞ്ഞല്ലോ. അപ്പൊ ആ നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ അത് ജസ്റ്റ് നിങ്ങൾ പ്രിപ്പയർഡ് ആണ്, ഇന്റർവ്യൂ കുറച്ച് സീരിയസ് ആയിട്ടാണ് ഈ ജോബ് ഇന്റർവ്യൂവിനെ കാണുന്നത് എന്ന് റിഫ്ലക്ട് ചെയ്യും. നിങ്ങൾ ഇന്റർവ്യൂവിൽ ഇരിക്കുകയാണെങ്കിൽ അവർ എന്തായാലും മോണിറ്ററിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ ക്യാമറ ഉണ്ടാവും, ക്യാമറയിലൂടെ നിങ്ങളുടെ ഓരോ ഒബ്സർവേഷൻസും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും,
നിരീക്ഷിച്ചുകൊണ്ടിരിക്കായിരിക്കും. പെട്ടെന്ന് സമയം നോക്കിക്കൊണ്ടിരിക്കുക, സമയം എപ്പോഴും വാങ്ങിച്ചിരിക്കുന്ന സമയം നോക്കിക്കൊണ്ടിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കണം. നല്ല കോൺഫിഡൻസോടുകൂടി നല്ല കാമും ക്വയറ്റ് ആയിരിക്കണം. ഓക്കെ, ശ്രദ്ധിച്ച് വേണം. ഓക്കെ, ഇനി അടുത്തതാണ് ഓഫർ എ ഫേം ഹാൻഡ് ഷേക്ക്. നമ്മളിപ്പോ ഇന്റർവ്യൂവിന്റെ ഒരു ക്യാബിനിലേക്ക് ഡോറ് ഓപ്പൺ ചെയ്ത് പെർമിഷൻ വാങ്ങിച്ചു കയറണം. പറഞ്ഞ് കയറാണെങ്കിൽ അവര് ഇരിക്കാൻ പറയുമ്പോ മാത്രമേ നമ്മളോട് ഇരിക്കാനായിട്ട് പാടുള്ളൂ. സിറ്റാവെന്ന് പറഞ്ഞ് ഇരിക്കാൻ പാടുള്ളൂ. ഇനി അവര് ഹാൻഡ് ഷേക്ക് ഓഫർ ചെയ്യുകയാണെങ്കിൽ ഒരു ഫേം ആയിട്ടുള്ള ഹാൻഡ് ഷേക്ക്, ജസ്റ്റ് ഇങ്ങനെ. ഓക്കെ, അല്ലാതെ ഇങ്ങനെ ഹാൻഡ് ഷേക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, ജസ്റ്റ് ഹാൻഡ് ഷേക്ക് ആണെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നമുക്ക് വിഷ് ചെയ്യാം. അതെ, ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിഷ് ചെയ്തിട്ട് പോകാം. ഓക്കെ, ഒരു കോൺഫിഡൻസ് നമുക്ക് ഫീൽ ചെയ്യും. ഒരു ഫേം ഹാൻഡ് ഷേക്കിലൂടെ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ബി കോൺഫിഡന്റ് ആയിരിക്കണം നിങ്ങൾ, ബട്ട് നോട്ട് സുപ്പീരിയർ. ചില ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയേക്കാൾ എനിക്ക് ഒരുപാട് അറിവുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കോഴ്സ് ഒക്കെ കഴിഞ്ഞതാണ് എന്നുള്ള രീതിയിൽ അവരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ട്രീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ആൻസർ പറയണം. അവർക്ക് മുകളിലേക്ക് നമ്മൾ ഭയങ്കര ഗ്രേറ്റ് ആണെന്നുള്ള രീതിയിൽ ഒരു ബിൽഡപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ബി കോൺഫിഡന്റ് ബട്ട് നോട്ട് സുപ്പീരിയർ. ഓക്കെ അല്ലേ? ഓക്കെ, to take time to answer question. ഇവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ട് വേണം നമ്മൾ അത് എന്ത് ചെയ്യാനായിട്ട്, ആൻസർ ചെയ്യാനായിട്ട്. ഒരു ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ടിന്റെ ടൈം എന്ന് വെച്ചാൽ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ ആൻസർ പറഞ്ഞു കൊടുക്കും. മിസ് എനിക്കറിയാമെന്ന് പറഞ്ഞാൽ ചാടി കയറി ആൻസർ പറയും, ഇല്ലേ? അങ്ങനെ ശീലമുള്ളവരുണ്ടാവുമല്ലോ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇല്ലേ? നമ്മളല്ലെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ പറയുന്നവരുണ്ടാവും. ഓക്കെ, പക്ഷേ ഇന്റർവ്യൂവിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ആൻസർ പറയാൻ പാടില്ല. ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു സെക്കൻഡ് നമ്മൾ തിങ്ക് ചെയ്യുക, എന്നിട്ട് ആ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യാം. എങ്ങനെ ആൻസർ പറയണം എന്നുള്ളത് സ്ട്രക്ചർ ഒന്ന് ഫോം ചെയ്തിട്ട് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ കോൺഫിഡന്റ് ആയിട്ട് ആൻസർ പറയാം. ഓക്കെ, ചാടിക്കേറി ആൻസർ പറയൂലല്ലോ? No, ma'am. ഹൈലൈറ്റ് യുവർ സക്സസ്. നമ്മളുടെ കോഴ്സിനെ കുറിച്ചിട്ട് ഞാനിങ്ങനെ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു ചെയ്തത്. ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് വർക്കുകളും കാര്യങ്ങളും ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ആദ്യമൊക്കെ എനിക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഓൺലൈൻ ക്ലാസ് എങ്ങനെ ആയിരിക്കും ചെയ്യുന്നതിൽ. പക്ഷെ ഞങ്ങൾക്ക് ടീച്ചേഴ്സ് വർക്കും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ടിവിറ്റീസ്, സെമിനാർ, അസൈൻമെന്റ്സ്, റെക്കോർഡ്, അങ്ങനെ ഒരുപാട് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേജസിലൂടെയൊക്കെയാണ് ഞങ്ങളെ പ്രിപ്പയർ ചെയ്തെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ പ്രാക്ടിക്കൽ ക്ലാസ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സുകൾ ഞങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റി. അതിലൂടെ നമ്മൾ മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് പറ്റി. എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ സക്സസും കാര്യങ്ങളും ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ അവരോട് സംസാരിക്കണം. ഓക്കെ, ഞാൻ സംസാരിച്ച പോലെ അല്ല കേട്ടോ, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളത് ഹൈലൈറ്റ് ചെയ്ത് പറയണം. ഓക്കെ, സ്പീക്ക് വിത്ത് എന്തൂസിസം എന്ന് വെച്ചാൽ നല്ല കോൺഫിഡന്റ് ആയിട്ട് സൗണ്ട് കുറച്ചെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന രീതിയിൽ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാൻ. അല്ല, ഇപ്പൊ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനൊക്കെ ആൻസർ പറഞ്ഞു പതിയെ ചെറിയൊരു സൗണ്ടിലാണ് ആൻസർ പറയുന്നതെങ്കിൽ അതൊരു ബാഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും, കോൺഫിഡൻസ് ഇല്ലായ്മയാണെന്നുള്ള രീതിയിൽ വരും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യാം, ഇൻസ്റ്റിറ്റ്യൂഷനോട് നമുക്ക് ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യാം. എന്താണ്, നമ്മൾ ഏത് പൊസിഷനിലേക്കാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ചിലപ്പോൾ നമ്മൾ പ്രീ കെ ജി ആയിരിക്കും, പെട്ടെന്ന് എൽ കെ ജിയിലേക്ക് അല്ലെങ്കിൽ യു കെ ജിയിലേക്ക് നമ്മൾ അപ്പോയിന്റ് ചെയ്യണമെന്നില്ല. മേബി പ്രീ കെ ജിയിലേക്കായിരിക്കും നമുക്ക് വരുന്നത്. പിന്നീട് നമ്മുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ടായിരിക്കും അടുത്ത സെഷനിലേക്ക് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. പിന്നെ കാര്യങ്ങൾ അവിടെ ഇംപ്രൂവ്മെന്റിനെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യാം, നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് നമ്മുടെ നോട്ട് ഉണ്ടല്ലോ, ചെറിയ നോട്ട് കൊണ്ടുപോകണം പറഞ്ഞില്ലേ, ആ നോട്ടിൽ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ ഓക്കെ, പിന്നെ ഒരിക്കലും ഫസ്റ്റ് തന്നെ നമ്മൾ സാലറി എക്സ്പെക്ട് ചെയ്തിട്ട് ജോലിക്ക് പോകരുത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യമാണ്,
സാലറി എക്സ്പെക്ട് ചെയ്തിട്ട് ഒരിക്കലും നമ്മുടെ ജോലിക്ക് പോകരുത്. ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ ആദ്യമായിട്ട് ഇന്റേൺഷിപ്പ് ചെയ്ത സമയത്ത് സാലറി കിട്ടിയത്, സാലറി എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഇൻസെന്റീവ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് സ്കോളർഷിപ്പ് ആണല്ലോ ഇൻസെന്റീവ്, അത് 2500 ആയിരുന്നു. എനിക്ക് അവിടെ പോയി വരാൻ തന്നെ 1500 അടുപ്പിച്ച് വരുമായിരുന്നു. പക്ഷേ ഞാൻ പോയി 1 ഇയർ പോയി വർക്ക് ചെയ്തു പോന്നു. കാരണം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ സംബന്ധിച്ച് എക്സ്പീരിയൻസ് ഒരു 1 ഇയർ എക്സ്പീരിയൻസ് എന്തായാലും മസ്റ്റ് ആയിട്ട് നമുക്ക് വേണം. ഓക്കെ മിസ്സേ, ഞാൻ ആദ്യമായിട്ട് ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് വർക്ക് ചെയ്തപ്പോ TTC കഴിഞ്ഞിട്ട് ഇറങ്ങിയത്, എനിക്ക് സാലറി എന്നൊന്നും പറയാൻ പറ്റില്ല, 1500 രൂപയായിരുന്നു അന്ന്. വളരെ കുറവായിരിക്കും. വളരെ ടീച്ചേഴ്സ് തിരിച്ചാണ് തരുന്നത് കാശ് നമുക്ക് ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് ഇരുന്നിട്ട്. ചിലപ്പോ അതിൽ കൂടുതൽ കിട്ടും. ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് ടീച്ചർമാർ വർക്ക് ചെയ്യുമ്പോൾ ഡെയിലി ഇത്ര എമൗണ്ട് പ്രിൻസിപ്പൽ അത് തരുമായിരുന്നു. പ്രിൻസി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് തരുമെന്ന് അതെനിക്കറിയാം. അങ്ങനെ ഓരോ സ്ഥലത്തെയും അവസ്ഥ നോക്കിയിട്ടായിരിക്കും അങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അനുസരിച്ച് പേയ്മെന്റ് കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കരുത് എന്ത് പേയ്മെന്റ് ഒരുപാട് കിട്ടും എന്നൊരു പ്രതീക്ഷ വേണ്ട. പക്ഷെ ഞാൻ കാര്യം പറയട്ടെ, ഈ മോണ്ടിസോറി കോഴ്സ് കഴിഞ്ഞ് മന്ത് ഇന്റേൺഷിപ്പ് ചെയ്തത് നമ്മുടെ കുട്ടികളിൽ ഒരാളാണ്, പേരൊന്നും പറയുന്നില്ല. ബാച്ച് ഓർമ്മയുള്ളത് 14 ആണ് തോന്നുന്നത്. 1 മന്ത് ഇന്റേൺഷിപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അങ്ങോട്ട് പ്ലേസ്ഡ് ആയി. അപ്പോ അവര് പറഞ്ഞത് സർട്ടിഫിക്കറ്റും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സാലറി പാക്കേജ് പറയാം. അതുവരെ 18,000 rupees ആയിരിക്കും മന്ത്ലി എന്ന് പറഞ്ഞു. 18 ആണ് 18,000. സോ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഉണ്ട്. അവിടെ സാലറി കൊടുക്കുന്നത് 40,000 ഒക്കെയാണ്, 40 ഒക്കെയാണ്. അപ്പോ ഇത് ഈ കുട്ടിക്ക് കിട്ടിയത് 18,000 ആണ്. അപ്പോ നമ്മൾ സാലറി എക്സ്പെക്ട് ചെയ്ത് ഒരിക്കലും എന്തിനു പോകരുത്, ഇന്റേൺഷിപ്പോ അല്ലെങ്കിൽ ജോലി ആദ്യ നാളുകളിൽ അങ്ങനെ വിചാരിക്കരുത്. ഓക്കെ. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് സാലറി 5,000 ആയിരുന്നു. PT എടുത്തോണ്ട് PT അങ്ങനെ ടീച്ചേഴ്സ് അങ്ങനെ തരുന്നതായിരുന്നു. എനിക്ക് 8 മുതൽ 10 വരെയും പഠിപ്പിക്കണമായിരുന്നു. പിന്നെ UP സെക്ഷനിലും പഠിപ്പിക്കണമായിരുന്നു. 5 മുതൽ 7 വരെയും പഠിപ്പിക്കണമായിരുന്നു. പക്ഷെ നമ്മളുടെ ബയോഡേറ്റയിൽ അത് വെക്കാൻ നേരത്ത് സാലറി അതിനകത്ത് വെക്കുന്നില്ലല്ലോ. നമ്മൾ ഇന്ന സ്ഥലത്തെ എക്സ്പീരിയൻസ് മാത്രമല്ലേ വെക്കണുള്ളൂ. അതിന് ഭയങ്കര ഒരു വാല്യൂ ഉണ്ട്. നമ്മൾ സാലറി ആരും നമ്മളോട് ചോദിക്കണില്ല, എത്ര രൂപയായിരുന്നു അവിടെ സാലറി എന്ന് ആരും ചോദിക്കാൻ പോണില്ല. നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ബയോഡാറ്റയ്ക്ക് വാല്യൂ കൂടുന്നത് എപ്പോഴാണ്? നമ്മുടെ എക്സ്പീരിയൻസ് അവിടെ വരുമ്പോഴാണ്. നമ്മൾ ഇങ്ങനെ കോഴ്സ് ചെയ്തു, PG ചെയ്തു, ഡിഗ്രി ചെയ്തു, BEd ഉണ്ട്, അങ്ങനെ ഒന്നല്ല നമുക്ക് വരുന്ന നമ്മുടെ എക്സ്പീരിയൻസിന് അതിന്റെ വാല്യൂ കൂടി വരും. 1 ഇയർ മാറി 5 ഇയർ ആവുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് 5 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 1 ഇയറിന് കൊടുക്കുന്ന സാലറി പാക്കേജ് ആയിരിക്കില്ല 5 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീച്ചർക്ക് കൊടുക്കുന്നത്. മാറി മാറി വരും. ഇപ്പൊ ഒട്ടും എക്സ്പീരിയൻസ് അല്ലാത്ത ഒരാൾക്ക് കൊടുക്കുന്ന സാലറി ആയിരിക്കില്ല 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ മാക്സിമം എക്സ്പീരിയൻസ് ഏൺ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ, ഈ ഒരു ക്ലാസ് ഒക്കെ ഇതേപോലെ ചെറിയ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത്? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയേണ്ടത്, അത് ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ കോമ്യൂണിക്കേഷൻ കഴിയുമ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ഒരു ദിവസം ഒരു സെഷൻ വെച്ചാലോ? നിങ്ങളുടെ ഒരു അഭിപ്രായവും കാര്യങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ടും ടീച്ചേഴ്സിനെ കുറിച്ചിട്ടും ഇവിടുത്തെ വർക്ക് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സെഷൻ വെക്കാം കേട്ടോ. അത് കാരണം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളെ കുറിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു തരുന്നതിനും ഏറ്റവും നല്ലതാണ് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയത് പറയുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നേ. ഓക്കെ ഓക്കെ, ജസ്റ്റ് സിമ്പിളാണ്. നമ്മള് ഗൂഗിളില് അതേപോലെ തന്നെ നമുക്കറിയാവുന്ന രീതിയിൽ ഒക്കെ നമുക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എന്താണോ എക്സ്പീരിയൻസ് ചെയ്തത്, നിങ്ങൾ റിയൽ എക്സ്പീരിയൻസ് തന്നെ പറഞ്ഞാൽ മതി. ഒന്നും ആഡ് ചെയ്യണ്ട. നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത്, ഇവിടെ വന്നത് വൃത്തിയായിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തത്
വർത്തി ആയിട്ട് തോന്നിയോ അല്ലെങ്കിൽ നോൺ വർത്തി ആയിട്ട് തോന്നിയോ അല്ല വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ആർക്കെങ്കിലും ഇപ്പൊ ഇല്ലാലോ. അപ്പൊ നിങ്ങക്ക് ഫീൽ ചെയ്യുന്നത് എന്താണോ? അശ്വതിക്ക് അശ്വതി തമ്പയച്ച് മാറിപ്പോയതായിരിക്കും. ഓക്കെ മാറിപ്പോയതാ. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് അത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി, ഒന്നും ആഡ് ഓൺ ചെയ്യണ്ട. നമ്മുടെ ഫീലിങ്സ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് നമുക്കുള്ള ഫീലിംഗ് തോന്നിയത് അത് നമ്മൾ പറഞ്ഞാൽ മതി. നിങ്ങളുടെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് നിങ്ങളെ ട്രീറ്റ് ചെയ്ത രീതി നമുക്കൊരു സെഷൻ വെക്കാം അടുത്ത് തന്നെ കേട്ടോ. നെക്സ്റ്റ് വീക്ക് ഒരു നമുക്ക് ട്യൂസ്ഡേ അല്ലെങ്കിൽ ക്ലാസ് ഉള്ളത് തന്നെ ട്യൂസ്ഡേ നമുക്ക് അങ്ങനെ ഒരു സെഷൻ വെക്കാം കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണമെങ്കിലും ഇപ്പൊ ക്ലാസ് ഒക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഞങ്ങളെ കുറിച്ച് അഭിപ്രായം പറയാല്ലേ, ടീച്ചേഴ്സിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പോ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഡോൺസിന്റെ കാര്യം ഞാൻ മറന്നിട്ടില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നും കൂടി പറയാം ഇന്റർവ്യൂവിന്റെ സമയത്ത്. ഓക്കെ, അപ്പോ താങ്ക് യു ഓൾ. ആരാ സൈൻ ഔട്ട് പറയുന്നത്? Sign out. Thank you, ma'am, for today's class. It was very informative and helpful. With gratitude to everyone, I am signing out now. See you all in the next class. Thank you, ma'am. Thank you all. Thank you, ma'am. Thank you, Thank ma'am. you, ma'am. Thank you all.